ഹലോ എവരി വൺ, വെൽക്കം ടു BBA ഓൺലൈൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് ഫൈനാൻഷ്യൽ ഡാറ്റ എന്ന ബുക്കിലെ ഫസ്റ്റ് മോഡ്യൂളായ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് ആൻഡ് ഫൈനാൻഷ്യൽ ഡാറ്റ. മീനിങ് ഓഫ് ഫൈനാൻഷ്യൽ ഡാറ്റ. Financial data refers to numbers and information referred to a business financial activity. It shows how much money a business earn and spend. അതായത് ഫൈനാൻഷ്യൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ്സിൽ നമ്മുടെ എക്സ്പെൻസ് ആണെങ്കിലും ഇൻകം ആണെങ്കിലും എല്ലാം ഒരു ഡാറ്റ രൂപത്തിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണ് ഫൈനാൻഷ്യൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഒരു ബിസിനസ്സിൽ എത്രത്തോളം മണി സ്പെൻഡ് ചെയ്തു, അത് എത്രത്തോളം നമ്മൾ ഏൺ ചെയ്തു എന്ന് കറക്റ്റായിട്ട് അതിൽ എഴുതി റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും. ഇറ്റ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ് അതിൽ ഡീറ്റെയിൽസ് എന്തൊക്കെയുള്ളത്? ഇൻകം, പ്രോഫിറ്റ്, എക്സ്പെൻസസ്, അസറ്റ്, ലയബിലിറ്റീസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ വരുമാനം, അതിൻ്റെ ലാഭം, എക്സ്പെൻസ് ആയിക്കോട്ടെ, അസറ്റ്, ലയബിലിറ്റീസ് ആയിക്കോട്ടെ, എല്ലാം അതിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കും. ഇമ്പോർട്ടൻസ് കോമ്പണൻസ് ഓഫ് ഫിനാൻഷ്യൽ ഡാറ്റ ഏതൊക്കെയാണ്? എക്സ്പെൻസ്, പ്രോഫിറ്റ്, ഇൻകം, കോസ്റ്റ്, റവന്യൂ. ഇതൊക്കെയാണ് കോമ്പണൻസ് ഓഫ് ഫൈനാൻഷ്യൽ ഡാറ്റ. നെക്സ്റ്റ് വൺ, എക്സ്പെൻസ്. എക്സ്പെൻസ് റെഫേഴ്സ് ടു മണി സ്പെൻഡ്. എക്സ്പെൻസ് പറഞ്ഞാൽ എന്താണ്? അതായത് മണി സ്പെൻഡ്, നമ്മൾ ചിലവാക്കുന്ന ക്യാഷിനെയാണ് അല്ലെങ്കിൽ ആ മണിയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കോസ്റ്റ് ദാറ്റ് എ പേഴ്സൺ ഓർ ബിസിനസ് ഹാസ് ടു പേ ടു അക്വയർ ഗുഡ്സ് ഓർ സർവീസസ്. ഒരു ഗുഡ്സ് വാങ്ങാൻ, അതായത് ഒരു ബിസിനസ് ആരംഭിക്കാനായിട്ട് ഒക്കെ എല്ലാത്തിനും അതിലെ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഇതിനാണെങ്കിലും നമുക്ക് എക്സ്പെൻസ് ആവശ്യമുണ്ട്. അതിനെയാണ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻകേർഡ് ഫോർ ജനറേറ്റിംഗ് റവന്യൂ. അതായത് നമ്മൾ എക്സ്പെൻസ് ചിലവാക്കിയാൽ മാത്രമേ നമുക്കതിൽ നിന്നും റവന്യൂ അല്ലെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, നേച്ചർ ഓഫ് എക്സ്പെൻസസ്. അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ്. കോസ്റ്റ് മീൻസ് മണി സ്പെൻഡ് ടു അക്വയർ ഗുഡ്സ് ഓർ സർവീസസ് നെസറി ഫോർ ഡെയിലി ഓപ്പറേഷൻ, പേഴ്സണൽ നീഡ്സ്, എക്സെട്ര. അതായത് നമ്മൾ ചിലവാക്കുന്ന മണി, അതായത് ഓരോ ദിവസത്തെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഓരോ നമ്മുടെ പേഴ്സണൽ കാര്യത്തിനാണെങ്കിലും ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളാണെങ്കിലും ഡെയിലി എക്സ്പെൻസസ് അല്ലെങ്കിൽ മന്ത്ലി എക്സ്പെൻസസ് എന്തിനാണെങ്കിലും നമ്മൾ ചിലവാക്കുന്ന തുകയെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. Second one, periodic occurrence. Expenses that occur at regular intervals that can be fixed or variable. അതായത് റെഗുലറായിട്ട് അത് എല്ലാ മാസവും നമ്മൾ റെൻറ്റ് അല്ലെങ്കിൽ സാലറി കൊടുക്കേണ്ടത് അങ്ങനെയുള്ള എക്സ്പെൻസിനെയാണ് പീരിയോഡിക് ഒക്കറൻസ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ്, നെസസറി ഫോർ ഓപ്പറേഷൻ. Without expense, individual cannot meet daily needs. Likewise, expense is important for business to operate efficiently. നമുക്കിപ്പോൾ ഡെയിലി ലൈഫിൽ നമുക്ക് എത്രത്തോളം എക്സ്പെൻസ് ഇമ്പോർട്ടൻ്റ് ആണോ, ഒരു ഡെയിലി ലൈഫിൽ നമ്മുടെ ആവശ്യങ്ങൾ നേടാനായിട്ട് എത്രത്തോളം നമുക്ക് ചിലവുണ്ടോ, അതേപോലെ തന്നെയാണ് ഓരോ ഓർഗനൈസേഷനിലും ഡെയിലി ഡേ ടു ഡേ ഓർഗനൈസേഷൻ്റെ പ്രോസസ്സിലും എന്ത് വേണം? എക്സ്പെൻസസ് അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇമ്പാക്റ്റ് ഓൺ പ്രോഫിറ്റബിലിറ്റി. Expenses directly affect profit. Higher expenses can reduce profit margin while lower expenses increase profitability. അതായത് ഒരു പ്രോഫിറ്റിനെ ഈ എക്സ്പെൻസസ് വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. ഒരു എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് മാർജിൻ കുറവായിരിക്കും. എക്സ്പെൻസസ് കുറവാണെങ്കിലോ നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. Classification. Expenses can be categorized into different types like fixed, variable, operating and capital. When expenses are classified, it become easier to track and manage them. ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നുണ്ട് അത് എക്സ്പെൻസസ് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു, അതുപോലെ അവർക്ക് മാനേജ് ചെയ്യാനും ഈസി ആയിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് വൺ, അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഇൻ അക്കൗണ്ടിങ്, എക്സ്പെൻസ് ആർ റെക്കോർഡിങ് ഇൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ്. എവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സിലാണ്. ദ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഷോ ഹൗ മച്ച് വി സ്പെൻഡ് ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ്. അതായത് എത്രത്തോളം നമ്മൾ ഒരു സ്പെസിഫിക് പീരീഡിൽ നിശ്ചിത കാലയളവിൽ എത്രത്തോളം മണി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം എന്ത് കാണിക്കുന്നു? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് സ്പെസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നു. നെക്സ്റ്റ് വൺ, ജനറേറ്റിംഗ് റവന്യൂ. എക്സ്പെൻസ് ആർ ഇൻകേർഡ് ഫോർ ദ പർപ്പസ് ഓഫ് ജനറേറ്റിംഗ് റവന്യൂ ഓർ ബെനിഫിറ്റ്. അതായത് ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം അത് ചെലവ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, ഡിക്രീസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റി. എക്സ്പെൻസസ് ലീഡ് ടു ഡിക്രീസ് ഇൻ ഓണേഴ്സ് ഇക്വിറ്റി. അതായത് ഒരു ഓണേഴ്സിൻ്റെ കയ്യിലുള്ള സമ്പാദ്യം അത് നമ്മൾ ചിലവാക്കുന്നതോടും അത് കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, അപ്പോൾ അതിനെ അത് ബാധിക്കുന്നു. ഇതൊക്കെയാണ് നേച്ചേഴ്സ് ഓഫ് എക്സ്പെൻസിൽ വരുന്നത്. നേച്ചർ ഓഫ് എക്സ്പെൻസിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ്. നെക്സ്റ്റ് ടോപ്പിക്, ടൈപ്സ് ഓഫ് എക്സ്പെൻസസ്. Personal expenses,
business expenses, capital expenses and current expenses. First one, personal expense. Money spent by individual for their living needs. അതായത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ ഡേ ടു ഡേ ലൈഫിൽ സ്പെൻഡ് ചെയ്യുന്ന മണി. ഗ്രോസറീസ്, ട്രാൻസ്പോർട്ടേഷൻ, എൻ്റർടൈൻമെൻറ്റ് എക്സെട്ര. നെക്സ്റ്റ് വൺ, ബിസിനസ് എക്സ്പെൻസ്. ദീസ് ആർ കോസ്റ്റ് ഇൻകേർഡ് ബൈ എ ബിസിനസ് ആൻഡ് ഇൻ ഇറ്റ്സ് ഓപ്പറേഷൻ. അതായത് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ വരുന്ന ചിലവുകളാണ് ഇത്. അതിൻ്റെ എക്സാമ്പിൾ വരുന്ന അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്. അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൽ എന്തൊക്കെ വരും? അതായത് സാലറി, റെൻറ്റ്, അതൊക്കെ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസിലേക്ക് വരുത്താം. മാർക്കറ്റിംഗ് എക്സ്പെൻസ്, അതുപോലെ മാർക്കറ്റിംഗ് എക്സ്പെൻസസിൽ വരുന്നത് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാം, ആഡ് കൊടുക്കാം, പിന്നെ അങ്ങനത്തെ എക്സ്പെൻസസിലാണ് മാർക്കറ്റിംഗ് എക്സ്പെൻസ്, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസസ്. നെക്സ്റ്റ് വൺ, ക്യാപിറ്റൽ എക്സ്പെൻസ്. Capital expenses represent large purchases that provide benefit over a long period, like machinery, building, etc. അതൊരു ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വാങ്ങിക്കുന്ന മെഷീനറി ആയിക്കോട്ടെ, ബിൽഡിംഗ് ആയിക്കോട്ടെ, അതായത് ലോങ് പീരീഡിലേക്ക് ബെനിഫിറ്റ് ഉള്ളതാണത്. ദീസ് ആർ ഓഫൺ സ്പ്രെഡ് ഔട്ട് ഓവർ സെവറൽ ഇയേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. അത് ഒരു അക്കൗണ്ടിങ് പീരീഡ് ഒരുപാട് ഇയേഴ്സിലേക്ക് അത് വന്നുകൊണ്ടേയിരിക്കും. അതായത് ഒരു ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന ബിൽഡിംഗ്, മെഷീനറി, അതിനെയൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, കറണ്ട് എക്സ്പെൻസ്. ഷോർട്ട് ടേം കോസ്റ്റ് ദാറ്റ് ആർ ഫുള്ളി കൺസ്യൂം വിത്തിൻ 1 year. അതായത് വിത്തിൻ 1 year, ഒരു വർഷത്തിനുള്ളിൽ ഉപയോഗിക്കുന്ന ചെറിയ രീതിയിലുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള കോസ്റ്റ്, മന്ത്ലി റെൻറ്റ്, അതിനെയൊക്കെയാണ് കറണ്ട് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സിഗ്നിഫിക്കൻസ് ഓഫ് എക്സ്പെൻസസ്. സിഗ്നിഫിക്കൻസ് ഓഫ് എക്സ്പെൻസസ് ഏതൊക്കെയാണ്? ബഡ്ജറ്റിംഗ്, പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, ഡിസിഷൻ മേക്കിംഗ്, financial health, and tax implications. First one, budgeting. Knowing expenses help individual and business create budget. നമ്മുടെ എക്സ്പെൻസസ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വലിനായിക്കോട്ടെ ബിസിനസ്സിനായിക്കോട്ടെ ഒരു ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ദീസ് ആർ എസെൻഷ്യൽ ഫോർ പ്ലാനിങ് ആൻഡ് മാനേജിങ് ഫിനാൻസസ്. നമുക്ക് ഫിനാൻസ് നമ്മൾ എത്രത്തോളം നമുക്ക് ലാഭമാണ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താൽ കൂടുതൽ ലാഭത്തിലേക്ക് എത്താമെന്ന് പ്ലാൻ ചെയ്യാനും ആ ഫൈനാൻസ് മാനേജ് ചെയ്യാനും ബഡ്ജറ്റിംഗ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. Next one, profitability analysis. Business need to track expenses to determine their profitability. They comparing income to expenses. അതായത് ഒരു ബിസിനസ്സിൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇൻകം എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യും. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നിൽക്കേണ്ട എന്താണ്? നമ്മുടെ ഇൻകം. എക്സ്പെൻസിനേക്കാൾ ഇൻകം കൂടിയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. കമ്പനീസ് ക്യാൻ അസസ് വെദർ ദേ ആർ മേക്കിംഗ് മണി ഓർ ലൂസിങ് ഇറ്റ്. അത് അസസ് ചെയ്യുന്നതോടെ കമ്പനിക്ക് മനസ്സിലാവും അവർ പ്രോഫിറ്റ് ആണോ അതെയോ ലോസിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. നെക്സ്റ്റ് വൺ, ഡിസിഷൻ മേക്കിംഗ്. അനലൈസിങ് എക്സ്പെൻസസ് ഹെൽപ്പ് ടു ടേക്ക് ഡിസിഷൻസ്. എ ബിസിനസ് മേ ചൂസ് ടു കട്ട് സർട്ടൻ വേരിയബിൾ എക്സ്പെൻസസ് ഇഫ് പ്രോഫിറ്റ് ആർ ലെസ്. അത് ഓരോ എക്സ്പെൻസിനെയും അനലൈസ് ചെയ്ത് അതിനായിട്ട് പ്രോപ്പറായിട്ടുള്ളൊരു ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. ഇപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പെൻസ് വരുന്നത് അതിന് വേറെ ഓൾട്ടർനേറ്റീവ് ഉണ്ടോ, ആ എക്സ്പെൻസ് കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ, ആ പ്രോഫിറ്റ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഏത് എക്സ്പെൻസ് ആണോ അതിനെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ഡിസിഷൻ എന്തെങ്കിലും എടുക്കാൻ സാധിക്കുമോ എന്നുകൂടി നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ ഹെൽത്ത്. മോണിറ്ററിങ് എക്സ്പെൻസസ് ഹെൽപ്പ് ഇൻഡിവിജ്വൽ ആൻഡ് ബിസിനസ്സസ് മെയിൻറ്റെയിൻ ഫൈനാൻഷ്യൽ ഹെൽത്ത്. അതായത് ഒരു എക്സ്പെൻസിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നതോടെ ഒരു ഇൻഡിവിജ്വലിനെ ആയിക്കോട്ടെ ഫൈനാൻഷ്യൽ ഓർഗനൈസേഷൻ്റെ ആയിക്കോട്ടെ അതിൻ്റെ ലാഭത്തിനെ നമുക്ക് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഹെൽത്തിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. എക്സസീവ് സ്പെൻഡിങ് ലീഡ്സ് ടു ഡെറ്റ്. അതായത് നമ്മളിപ്പോൾ വരവിന് അധികമാണ് നമ്മൾ ചിലവ് ചെയ്യണമെങ്കിൽ അതെന്താവും? നമുക്ക് ഡെറ്റ് അല്ലെങ്കിൽ കടമുണ്ടാവും. മാനേജിങ് എക്സ്പെൻസസ് എഫക്റ്റീവ്ലി ഇൻക്രീസ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് എക്സ്പെൻസസും ഇൻകവും കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ നമുക്ക് സേവിങ്സ് ഇൻക്രീസ് ചെയ്യാനും അത് ഇൻവെസ്റ്റ്മെൻറ്റും അതായത് പ്രോഫിറ്റും അതിലൂടെ നേടാൻ സാധിക്കുന്നു. Next one, tax implication. Many expenses are deducted from taxable income. This lowers the tax burden. Understanding which expenses are deductible with lead to savings. അതായത് ഇപ്പോൾ നമുക്ക് ടാക്സ് എക്സംഷൻസ് ഒരുപാട്, ഇപ്പോൾ ചില എക്സ്പെൻസിൽ ടാക്സ് എക്സംഷൻ ഉണ്ടാവും, നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുള്ള ടാക്സ് നമുക്ക് കുറഞ്ഞു കിട്ടുന്നു, അത് നമുക്ക് സേവ് ചെയ്യാനും സാധിക്കുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സ്പെൻസിൻ്റെ നേച്ചർ, ടൈപ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ആണ്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.